ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു ഷിബ്ലാസ് കിച്ചൺ. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഒരു അടിപൊളി ആയിട്ടുള്ള കുറച്ച് വെറൈറ്റി ആയിട്ടുള്ളൊരു കട്ട്ലറ്റിൻ്റെ റെസിപ്പിയും ആയിട്ടാണ്. നമ്മളെപ്പോഴും തയ്യാറാക്കുന്ന കട്ട്ലറ്റിൽ നിന്നും കുറച്ചുകൂടി വ്യത്യസ്തമായിട്ടാണ് ഈ ഒരു നല്ല ടേസ്റ്റി ആയിട്ടുള്ള അതുപോലെ നല്ല ക്രിസ്പി ആയിട്ടുള്ള കട്ട്ലറ്റ് തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു കട്ട്ലറ്റ് നിങ്ങൾക്ക് എന്തായാലും തീർച്ചയായിട്ടും ഇഷ്ടമാവും. അത് നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യണേ. ഇഷ്ടമായില്ലാന്നുണ്ടെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്തോളൂ, കുഴപ്പമൊന്നുമില്ല. അതുപോലെ തന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഫാമിലിക്കോ ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോയിലോട്ട് പോവാം. അപ്പം ഞാനിവിടെ ഈ ഒരു കട്ട്ലറ്റ് തയ്യാറാക്കാനായിട്ട് ആദ്യം ഞാനിവിടെ ഒരു 200 ഗ്രാംസോളം നമ്മുടെ ബോൺലെസ് ചിക്കൻ ഉണ്ടല്ലോ, എല്ലൊന്നും ഇല്ലാത്ത ചിക്കൻ ഞാൻ എടുത്തിട്ടുണ്ട്. കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ളതാണ്. ഇതുപോലെ ചിക്കൻ്റെ ബ്രസ്റ്റ് പീസാണ് കേട്ടോ വേണ്ടത്. അപ്പോൾ ഇതിലോട്ട് നമ്മളിതൊന്ന് മാരിനേറ്റ് ചെയ്യുകയാണ്. ഇതിലോട്ട് ഞാൻ 1 ടീസ്പൂണ് സോയാ സോസ് ചേർത്ത് കൊടുക്കുകയാണ്. സോയാ സോസിനോടൊപ്പം തന്നെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ചിക്കൻ തന്തൂരി മസാല ഉണ്ടല്ലോ, ആ തന്തൂരി മസാല ഒരു 2-3 ടീസ്പൂണ് ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഈ ഒരു കട്ട്ലറ്റിനെ സ്പെഷ്യൽ ആക്കുന്നത്. അപ്പോൾ അത് പല കമ്പനിയുടെയും പല പാക്കറ്റിലായിട്ട് കിട്ടുന്നുണ്ട്. തന്തൂരി മസാല എന്ന് പറഞ്ഞാൽ മതി, നിങ്ങൾക്ക് ഷോപ്പിൽ നിന്ന് കിട്ടും. ആ ഒരു മസാല ഞാനൊരു 3-4 ടീസ്പൂണ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു 1/2 ടീസ്പൂൺ വിനെഗറിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. ചില തന്തൂരി മസാലയിൽ ഉപ്പ് ഉണ്ടാവാറുണ്ട്, അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഉപ്പ് ചേർത്ത് കൊടുക്കാത്തത്. ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് നോക്കിയിട്ട് കുറച്ചും കൂടി ഒന്ന് ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ തന്തൂരി മസാല ഉപ്പില്ലാത്ത മസാലയാണെന്നുണ്ടെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കണം കേട്ടോ. അത് ചിലപ്പം പാക്കറ്റിൽ എഴുതിയിട്ടുണ്ടാവും. ഞാനിതിപ്പോൾ എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഇത് ഞാൻ 1 മണിക്കൂർ മാരിനേറ്റ് ചെയ്ത് വെക്കുകയാണ്. അപ്പോൾ 1 മണിക്കൂറിന് ശേഷമാണ് നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഞാനിത് ഫ്രൈ ചെയ്യാനായിട്ട് 1 മണിക്കൂറിന് ശേഷം ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇത് ഞാൻ ഓൾറെഡി ചിക്കൻ ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ള ഓയിലാണ് കേട്ടോ, അതാണ് ചുവപ്പ് കളറിൽ ഉണ്ടാവുന്നത്. ഇനി ഓയിൽ നന്നായിട്ട് ചൂടാവുന്ന സമയത്ത് നമുക്ക് ഈ ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇതിൻ്റെ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് ആ ഒരു തന്തൂരി മസാല ചേർത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ആ ഒരു തന്തൂരിയുടെ ആ ഒരു ടേസ്റ്റ് കിട്ടും നമ്മുടെ ചിക്കന്. പിന്നെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചിക്കൻ ഫ്രൈ ചെയ്തൊക്കെ കഴിഞ്ഞിട്ട് സ്മോക്കി ഇഫക്റ്റ് വരുത്താം. ഞാനിപ്പോൾ സ്മോക്കി ഇഫക്റ്റ് കൊടുക്കുന്നില്ല. സ്മോക്കി ഇഫക്റ്റ് കൊടുത്തു കഴിഞ്ഞാലും നല്ലൊരു എക്സ്ട്രാ ഒരു മണം ഉണ്ടാവും നമ്മുടെ ഒരു ചിക്കന് കേട്ടോ. അപ്പോൾ നല്ലതുപോലെ ഫ്രൈ ചെയ്തെടുത്തതിന് ശേഷം നമ്മളിത് എണ്ണയിൽ നിന്നും മാറ്റിയെടുക്കുകയാണ്. നല്ല ക്രിസ്പി ആയിട്ട് പുറം ഭാഗമൊക്കെ നല്ലോണം ഒന്ന് ക്രിസ്പി ആവുന്നത് വരെ ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ. ഇനി ഇതിപ്പോൾ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് തണുക്കുമ്പോൾ നമുക്കിതൊന്ന് കൈകൊണ്ട് പിച്ചിയെടുക്കാം, ഇല്ലാന്നുണ്ടെങ്കിൽ മിക്സിയിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്താലും മതി. ഒന്ന് തണുത്തതിന് ശേഷം അങ്ങനെ പൊടിച്ചിട്ട് മാറ്റി വെക്കുക കേട്ടോ. അപ്പോൾ ഇത് കുറച്ചൊന്ന് കൈകൊണ്ട് പിച്ചിയിട്ട് മാറ്റി വെച്ചാലും നല്ലത് തന്നെയാണ്. ഇനി നമ്മൾ വേറൊരു പാനിലോട്ട് നമ്മൾ ഫ്രൈ ചെയ്ത ഓയിലിൽ നിന്നും ഒരു 2 ടേബിൾ സ്പൂൺ ഓയിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ടൊരു 3 സവാള ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ ഇത് ചെറുതായിട്ടൊന്ന് വഴന്ന് വരുന്ന സമയത്ത് നമുക്കിതിലോട്ട് ഒരു ക്യാരറ്റ് ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഒരു ചെറിയ ക്യാരറ്റാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്, അത് ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. വലിയ ക്യാരറ്റ് ആണെന്നുണ്ടെങ്കിൽ ഒരു പകുതിയോളം മതിയാവും. അപ്പോൾ ഇതും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഞാനൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഒപ്പം തന്നെ നമുക്ക് 1 ടീസ്പൂണ് ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടി ചേർത്ത് കൊടുക്കാം. സവാള ചേർത്ത് കൊടുക്കുന്ന ആ ഒരു സമയത്ത് തന്നെ ചേർത്ത് കൊടുക്കാം കേട്ടോ, ഇത്രയും ലേറ്റ് ആക്കേണ്ട ആവശ്യമില്ല. 1 ടീസ്പൂണാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി നമ്മളിതൊക്കെ ഒന്ന് വഴന്ന് വന്നതിന് ശേഷം 1 ടീസ്പൂണ് സോയാ സോസും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സോയാ സോസൊക്കെ ചേർത്ത് കൊടുക്കുന്നത് കൊണ്ടാണ് കേട്ടോ നമ്മുടെ കട്ട്ലറ്റ് നല്ല സ്പെഷ്യൽ ആവുന്നത്. ഇനി ഇതിലോട്ട് നമ്മൾ ടൊമാറ്റോ സോസും കൂടി ഒരു ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ടൊമാറ്റോ നമ്മൾ കട്ട് ചെയ്ത് ചേർക്കുകയാണെങ്കിൽ ടൊമാറ്റോ സോസ് വേണമെങ്കിൽ ഒഴിവാക്കാം, പക്ഷേ സോസ് ചേർത്ത് കൊടുക്കുമ്പം പ്രത്യേക ഒരു ടേസ്റ്റാണ്. ഇതായപ്പോൾ നമ്മുടെ ചിക്കന് ഞാൻ മിക്സിയിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് കുറച്ചൊന്ന് കൂടുതൽ ക്രഷായി പോയി, ഇത്രയും ചെയ്യേണ്ട ആവശ്യമില്ല, പക്ഷെ കുഴപ്പമില്ല. ഞാനിപ്പോൾ ഇതങ്ങനെ തന്നെ ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ മസാല ഏകദേശം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് തണുക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇത് ഏകദേശം നന്നായിട്ടൊന്ന് തണുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് ഒരു 2 ഉരുളക്കിഴങ്ങ് പുഴുങ്ങിയത് ചേർത്ത് കൊടുക്കാം.
2 3 വേണ്ടി വരും കേട്ടോ. അപ്പോൾ അതിൻ്റെ ആ ഒരു കട്ടി നോക്കിയിട്ട് നിങ്ങൾ ചേർത്ത് കൊടുത്താൽ മതി. നല്ല വലിപ്പത്തിലുള്ള ഉരുളക്കിഴങ്ങ് ആണെന്നുണ്ടെങ്കിൽ 2 മതിയാവും. കുറച്ച് ചെറുതാണെന്നുണ്ടെങ്കിൽ ഒരു 3 ഒക്കെ വേണ്ടി വരും കേട്ടോ. അപ്പോൾ നമ്മൾ ആ ഷേപ്പാക്കി എടുക്കാൻ പാകത്തിന് അത്രയും ചേർത്ത് കൊടുത്താൽ മതി. ഇല്ലാന്നുണ്ടെങ്കിൽ ഉരുളക്കിഴങ്ങ് കുറവാണെന്നുണ്ടെങ്കിൽ കുറച്ച് ബ്രെഡ് ക്രംസ് ചേർത്ത് കൊടുത്താലും മതി കേട്ടോ. ഇനി നമുക്കിത് ഷേപ്പാക്കി എടുക്കാം. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പാക്കി എടുക്കാം. ഞാൻ പൊതുവേ നമ്മൾ കട്ട്ലറ്റ് ചെയ്യുന്ന അതേ ഒരു ഷേപ്പിൽ തന്നെയാണ് ആക്കിയെടുക്കുന്നത്. റൗണ്ട് ഷേപ്പിലാക്കിയിട്ട് ഇതുപോലെ ഒന്ന് പരത്തിയെടുക്കുകയാണ്. ബാക്കി എല്ലാ കട്ട്ലറ്റും കൂടി നമുക്ക് ഇതേപോലെ തന്നെ ഷേപ്പാക്കി എടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ഫ്രീസ് ചെയ്തിട്ട് സൂക്ഷിച്ച് വെക്കാട്ടോ. ഫ്രീസ് ചെയ്തിട്ട് സൂക്ഷിച്ച് വെക്കുന്നത് നമ്മൾ കുറച്ച് മസാല ഇതുപോലെ തന്നെ അധികം റെഡിയാക്കിയിട്ട് എല്ലാം കൂടി ഷേപ്പാക്കിയിട്ട് മുട്ടയിൽ മുക്കിയിട്ട് ബ്രെഡ് ക്രംസിൽ വെച്ചിട്ട് ഒരു പ്ലാസ്റ്റിക് കവറിൽ ഇട്ടിട്ട് ഫ്രീസറിൽ വെച്ചാൽ മതി. എന്നിട്ട് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുന്നതിന് 1 മണിക്കൂർ മുമ്പ് എടുത്തിട്ട് പുറത്ത് വെച്ചാൽ മതി കേട്ടോ. ഇപ്പം എല്ലാം കൂടി നമ്മൾ ഷേപ്പാക്കി എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കിത് ഒരു മുട്ട പൊട്ടിച്ചിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അതിലോട്ട് ആദ്യം ഒന്ന് ഡിപ്പ് ചെയ്തെടുക്കുക. എന്നിട്ട് കുറച്ച് ബ്രെഡ് ക്രംസിലും കൂടി ഡിപ്പ് ചെയ്തെടുക്കുക. ബ്രെഡ് ഞാൻ മിക്സിയിലിട്ടിട്ട് പൊടിച്ചെടുത്തതാണ് കേട്ടോ. എന്നിട്ട് ഒന്നും കൂടി വീണ്ടും മുട്ടയിലൊന്ന് മുക്കിയെടുക്കുക. വീണ്ടും ബ്രെഡ് ക്രംസിലൊന്ന് മുക്കിയെടുക്കുക. അപ്പം നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും. പുറം ഭാഗം 2 തവണ ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ പുറം ഭാഗം നല്ല ക്രിസ്പി ആയിട്ട് കിട്ടുന്നുണ്ട്. അപ്പം ഇനി ബാക്കി എല്ലാ കട്ട്ലറ്റും കൂടി ഇതേപോലെ തന്നെ ഒന്ന് ചെയ്തെടുക്കാം നമുക്ക്. ആദ്യം മുട്ടയിൽ മുക്കുക, ബ്രെഡ് ക്രംസിൽ മുക്കുക, വീണ്ടും മുട്ടയിൽ മുക്കിയിട്ട് ബ്രെഡ് ക്രംസിൽ മുക്കുക. അപ്പം ഞാനിപ്പോൾ ഇത്രയേ ഫ്രൈ ചെയ്തെടുക്കുന്നുള്ളൂ. ബാക്കി എല്ലാം ഇതേപോലെ തന്നെ ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഓയിൽ ഞാൻ ചൂടാവാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഒരുപാട് ഓയിൽ ആദ്യം ചൂടാവാൻ വേണ്ടി വെക്കണ്ട കേട്ടോ. ഒരുപാട് ഓയിൽ വെച്ചിട്ട് നമ്മൾ ഒരുപാട് ഓയിലോട്ട് ഇട്ട് കൊടുത്താൽ ബ്രെഡ് ക്രംസ് അല്ലേ, അപ്പോൾ ഓയിൽ മൊത്തം അങ്ങ് കേടായി പോവും. കുറച്ചതൊന്ന് ഡിപ്പായി നിൽക്കാൻ വേണ്ടിയിട്ടുള്ള ഓയിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഓയിൽ നന്നായിട്ട് ചൂടായതിനു ശേഷം ഞാൻ ഇട്ട് കൊടുത്തിട്ട് മീഡിയം ഫ്ലെയിമിലോട്ട് മാറ്റുന്നുണ്ട്. ഉൾഭാഗം അങ്ങനെ വേവാനൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് റെഡിയായി കിട്ടിക്കോളും. ഒരുപാട് ലോ ഫ്ലെയിമിൽ വെച്ചാൽ കട്ട്ലറ്റ് പൊട്ടിപ്പോവും. അതുകൊണ്ട് തന്നെ ഫ്ലെയിം അത്യാവശ്യം എണ്ണ നന്നായിട്ട് ചൂട് വേണം. എന്നാൽ ഒരുപാട് ഓവറായിട്ടുള്ള ചൂട് ഉണ്ടാവാനും പാടില്ല. ഓവറായിട്ടുള്ള ചൂടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കുന്ന ആ ഒരു സമയത്ത് തന്നെ ബ്രെഡ് ക്രംസ് കരിഞ്ഞു പോവാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഇതുപോലെ നല്ല ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നത് വരെ നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുക. ഇപ്പം നമ്മുടെ കട്ട്ലറ്റ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് എണ്ണയിൽ നിന്നും മാറ്റിയിട്ട് ഒരു ടിഷ്യൂ പേപ്പറിലോട്ടോ അല്ലാന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു അരിപ്പ പാത്രത്തിലോട്ടോ ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നല്ല ക്രിസ്പി ആയിട്ടുള്ള കട്ട്ലറ്റാണ്. ഇപ്പം സൗണ്ട് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും പുറം ഭാഗം എത്രത്തോളം ക്രിസ്പി ആണെന്ന്. അപ്പം എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക്സ് തീർച്ചയായിട്ടും കമൻ്റായിട്ട് അറിയിക്കുക. അതുപോലെ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുള്ള എല്ലാ ഇഫ്താർ റെസിപ്പീസും കാണുക. കണ്ടിട്ട് കമൻ്റായിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കുക കേട്ടോ. അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും ടേക്ക് കെയർ. ബൈ. താങ്ക് യു.